ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മോട്ടോ E4 എന്ന് പറയുന്ന ഫോണാണ്. നല്ലൊരു ഗുഡ് ക്വാളിറ്റി ഉള്ളൊരു ഫോണാണ് മോട്ടോ E4. മാർക്കറ്റിൽ ഏകദേശം 8500 റുപ്പീസിന് കിട്ടുന്ന ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. 12.7 സെൻറ്റിമീറ്റർ HD ഡിസ്പ്ലേ ആണ്. അതോടൊപ്പം തന്നെ ഫിംഗർ പ്രിൻറ്റ് റീഡർ നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാമറ നോക്കുകയാണെങ്കിൽ 8 MB ബാക്കും 5 MB സെൽഫി ഫ്ലാഷ് ക്യാമറയാണ്. അതുപോലെ തന്നെ പ്രൊസസ്സർ പ്രൊസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാഡ്-കോർ പ്രൊസസ്സറാണ്, ഗുഡ് പ്രൊസസ്സറാണ്. ഇതിൻ്റെ ആൻഡ്രോയിഡ് 7.1 നൗഗറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഫോണൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോക്സ് തുറക്കുമ്പോഴേ നമുക്ക് ഫോണാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് ഫോൺ നോക്കാം. അപ്പോൾ ഇതാണ് മോട്ടോ E4. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ സെൽഫി ഫ്ലാഷ് വിത്ത് ക്യാമറയൊക്കെ ഉള്ള നല്ലൊരു ഫോണാണ്. അതുപോലെ തന്നെ ബാക്ക് ക്യാമറ നല്ലതാണ്. അതാണ് അതിൻ്റെ ലോഗോ. അതായത് സ്പീക്കർ സൈഡ് ഈ താഴാണ് വരുന്നത്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട്, സെൻസർ, എല്ലാ കാര്യങ്ങളുണ്ട്. സൈഡിലായിട്ട് സ്വിച്ച് ആൻഡ് വോളിയം യൂസ് ഉണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് ഈ ഫോണിലേക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആക്സസറീസ് ഒന്ന് നോക്കാം. പിന്നെ ആക്സസറീസ് ഒന്ന് പരിഗണം. അതിൽ ഫോണിൻ്റെ ഇത് നോക്കുമ്പോൾ യൂസർ മാനുവലും അതുപോലെ തന്നെ ഒരു ഗൈഡുമാണ് കാണാൻ കിട്ടുന്നത്. നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഒരു USB കേബിളാണ് കിട്ടുന്നത്. നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു സാധാരണ USB കേബിളാണ്. കേബിൾ തുറന്നു നോക്കാം. നല്ല ഗുഡ് ക്വാളിറ്റിയുള്ള നല്ല നീളമുള്ള ഒരു കേബിളാണ് നമുക്ക് ഇതിനോടൊപ്പം കിട്ടുന്നത്. അപ്പോൾ അടുത്ത നമുക്ക് ബാറ്ററിയാണ് കാണാൻ കഴിയുന്നത്. 3.8 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ MAH എന്ന് പറയുന്നത് 2800 mAh ഉള്ള ലിഥിയം പോളിമർ ബാറ്ററിയാണ്. നമുക്ക് ബാറ്ററി തന്നെ എടുക്കാം. ഇതാണ് ബാറ്ററി, നല്ലൊരു ബാറ്ററിയാണ്. മോട്ടോയുടെ ഒറിജിനൽ ബാറ്ററി തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഫോണിലോട്ട് ഒന്ന് കണക്ട് ചെയ്യാം, ബൂട്ട് ചെയ്യാം. നമുക്ക് ഫോൺ അടിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി ഇടാൻ സ്ഥലം. നമുക്ക് ബാറ്ററി ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ശേഷം നമുക്ക് അടയ്ക്കാം. നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്ത് വെക്കാം. ഇതാണ് ഇപ്പോൾ ഫോണ് ബൂട്ട് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആക്സസറീസ് നോക്കാം. അപ്പോൾ ഫോൺ ബൂട്ടിലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ബോക്സിൽ കാണാൻ കഴിയുന്നത് ഒരു ഓഡിയോ ജാക്കാണ്, ഒരു ഹെഡ്സെറ്റാണ്. നല്ല ഗുഡ് ക്വാളിറ്റിയുള്ള മോട്ടോയുടെ തന്നെ ഹെഡ്സെറ്റാണ്. നല്ല നീളമുള്ള നല്ല ഗുഡ് ക്വാളിറ്റി, അതോടൊപ്പം തന്നെ മൈക്കെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ളൊരു നല്ല ഒരു ഹെഡ്ഫോണാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായി ട്രാവലിംഗ് അഡാപ്റ്ററാണ് കാണുന്നത്. നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ളൊരു ട്രാവലിംഗ് അഡാപ്റ്ററാണ്. USB ആണ്. ഇപ്പോൾ നമ്മുടെ ഫോൺ ബൂട്ടായിരിക്കുകയാണ്. അപ്പോൾ അതിലെ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കാം. നല്ല ഗുഡ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് പരിചയപ്പെടാം. സെറ്റിങ്സ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ എന്ന് വെച്ചാൽ 7 നൗഗറ്റ് വെർഷനാണ്. ഇതാണ് ഇതിൻ്റെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നൗഗറ്റാണ്. അടുത്തതായി പറയാൻ ഇതിൻ്റെ 2 GB റാം, അതേപോലെ തന്നെ 16 GB ഇൻ്റർണൽ മെമ്മറിയാണ്. അപ്പോൾ ഒരു നല്ല ഗുഡ് ക്വാളിറ്റി തന്നെ ഇതിൽ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ്. ഇതായിട്ട് നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് പരിചയപ്പെടാം. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് നോക്കാം. അപ്പോൾ ഇവിടെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ മോട്ടോ E4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഇഷ്ടമുള്ള ഫിംഗർ പ്രിൻറ്റ്, അതാണ് പിൻ പാറ്റേൺ, പാസ്വേഡ് എല്ലാ ഫോണിലും അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മൾട്ടി വിൻഡോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. മോട്ടോയുടെ E4 ഫോണിൽ മൾട്ടി വിൻഡോ എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ മൾട്ടി വിൻഡോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതേപോലെയാണ് മൾട്ടി വിൻഡോ. അപ്പോൾ നല്ലൊരു യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് ഇതിൻ്റെത്. മൾട്ടി വിൻഡോ അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഈ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അതായത് നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി നോക്കാം. നല്ല ഗുഡ് ക്യാമറയാണ്. ഇതിൻ്റെ ബാക്ക് 8 MB അത്ര തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലെടുത്ത കുറച്ച് സാമ്പിൾ ഫോട്ടോസ് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റായിട്ട് ഇടുക. ഇനിയും ഈ ഫോണിൻ്റെ റിവ്യൂ, മറ്റ് അൺബോക്സിംഗ് ടെക് വീഡിയോസ് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്ത് വയ്ക്കുക.